ഇന്ന് നമ്മളുടെ ചാനലിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് ഒരു ചപ്പാത്തി കൂട്ടാണ്. ചപ്പാത്തിൻ്റെ ഒപ്പവും ഇഡ്ഡലിൻ്റെ ഒപ്പവും ദോശയുടെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കൂട്ടാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അത് നമുക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ എടുക്കാം. അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ കോളിഫ്ലവർ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കോളിഫ്ലവർ എടുത്തു, ഉള്ളി, പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്ത് വേണമെന്ന് വെച്ചാൽ എടുക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു 2 സ്പൂൺ മതിയാവും, നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അതിലോട്ട് ഒരു 3 കാർഡം, അതായത് ഏതാണ് ഏലക്ക 3 ഇടുക, ഒരു 3 ക്ലോസ് ഇടുക, ഏതാണ് ഗ്രാമ്പൂ ഇടുക, അതേസമയം 3 അല്ലെങ്കിൽ 2 പട്ട ഇടാം. പട്ട ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മൂത്ത് വരണം. ആ ചെറുതായി പൊട്ടാണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഇട്ടപ്പോൾ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ചെറുതായി ഒന്ന് കളർ മാറി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾക്ക് ഒരു ബൗൾ ഓണിയൻ, നമുക്ക് എത്രയാണ് ഉള്ളി, എനിക്ക് കുറച്ച് ഉള്ളി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബൗൾ എടുത്താൽ മതി, എന്നോ അല്ലെങ്കിൽ 2 ഉള്ളി മുറിച്ചെടുത്താൽ മതി. അതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല. ഞാൻ ആ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചിരിക്കുന്നത്. അതിട്ട് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം പോകണം. പച്ചമണം പോയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ ചേർക്കുക. ആ ഒരു പച്ചമണം പോയതിന് ശേഷം ഈ ഒരു കളറായി വന്നതിന് ശേഷമാണ് നമ്മൾ ടർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ ഇടും. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. അതിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം നന്നായി പോയി ആ മണം, ആ ഒരു കളർ എല്ലാത്തിലും ഒന്ന് പിടിച്ച് വരുന്നവർ നന്നായി ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് മാത്രമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കാൻ പറ്റുള്ളൂ. തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നമുക്ക് അത്യാവശ്യം പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് 2 എടുക്കാം, അല്ലാത്തവർക്ക് 1 മാത്രം മതി. ഞാൻ 1 എടുത്തുള്ളൂ. തക്കാളിൻ്റെ പുളിപ്പ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. ബാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തിടാം. നമുക്ക് ഈ വെജിറ്റബിൾസ് തന്നെ വേണമെന്നൊന്നുമില്ല. അതിൽ ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബീൻസ് ചേർക്കുക. ഏതാണ് കോളിഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർത്താൽ മതി. കോളിഫ്ലവർ നിർബന്ധമേ ഇല്ല, കാരണം കോളിഫ്ലവറിൻ്റെ ഒരു മണം അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നില്ല. വീട്ടിൽ വാങ്ങി വെച്ചപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ ബീൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഇതേ കറി നേരത്തെ ചേർത്തിയത് ബീൻസ് ഉണ്ടായിരുന്നു, ബീൻസാണ്, കോളിഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബീൻസ് ചേർത്താൽ മതി. ഈ മസാലയൊക്കെ എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം, അത് നിൽക്കണ വരെ ഉള്ളൊരു വെള്ളം ചേർക്കാം. പച്ചമുളക് എരിവനുസരണം പച്ചമുളക് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. അതിലോട്ട് തന്നെ ഉപ്പ് ഇട്ടതിന് ശേഷം 1 സ്പൂൺ ഉപ്പിടാം. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. 1 സ്പൂൺ എന്ന് പറയുന്നുണ്ട്. ഉപ്പ് ഈ പച്ചക്കറിയുടെ എണ്ണം കൂടുതലനുസരിച്ച് ഉപ്പ് ചേർത്തിയാൽ മതി. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി എല്ലാവരുടെയും മിക്സ് ആവണം. മിക്സ് ആയതിന് ശേഷം ഇളക്കുക. ഞാനിപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ ഇളകുന്നത് ഞാൻ ഒരു കയ്യിൽ വെച്ചാണ് എടുക്കുന്നത്, സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാമറ അതുകൊണ്ടാണ് ഇളകുന്നത്. നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് നന്നായിട്ട് മെഷർ ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി. നമുക്ക് എങ്ങനെയാണോ ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേണം അത് ബോയിൽ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങേൻ്റെ ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ 1 ബൗൾ തേങ്ങ അരപ്പിലേക്ക് ഒരു 3 സ്പൂൺ നട്ട്സാണ് ഇട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ കുറിക്കുന്ന കടലയാണ് ഇട്ടിരിക്കുന്നത്. ഈ കുറിക്കുന്ന കടല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടുകടല വേണമെങ്കിലും ചേർത്താം. പെരിഞ്ജീരകം ചേർത്ത് അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് ഈ കൂട്ടിലോട്ട് ആഡ് ചെയ്യാം. ഈ കൂട്ട് തേങ്ങയുടെ വലിപ്പം അനുസരിച്ച് മതി ആഡ് ചെയ്യണത്. ഒരുപാട് ആയിക്കഴിഞ്ഞ് വെച്ചാൽ കളർ നല്ലോണം മാറി വൈറ്റ് കളറായി മാറും. നമുക്ക് അത്ര വൈറ്റ് കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ പക്ഷേ ഒരു ബൗളേ എടുത്തിട്ടുള്ളൂ. ആ ഒരു ബൗൾ തേങ്ങേൻ്റെ ഒരു അരപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ. ഒരുപാട് ആയിക്കഴിഞ്ഞ് വെച്ചാൽ കളർ ചേഞ്ച് ആവും. കുറച്ച് കുറവ് മതി എന്നുള്ളവർക്ക് ആക്കാം. അതേസമയം പൊട്ടുകടല ഉള്ളൂന്നുണ്ടെങ്കിൽ പൊട്ടുകടല വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ പൊട്ടുകടല നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ നട്ട്സ് എടുത്തിട്ടിരിക്കുന്നത്, കുറിക്കുന്ന കടല എടുത്തിട്ടിരിക്കുന്നത്. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെച്ച് അതിനൊന്ന് ആവി കൊടുത്ത് നന്നായി ഒന്ന് വെന്ത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയി കുറച്ച് തിക്ക് ഗ്രേവി ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ കറി റെഡി ആവുള്ളൂ. കുറച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു ഗ്രേവിയാണ്, അല്ലെങ്കിൽ വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കറിവേപ്പില ചേർക്കാം. തിളയ്ക്കുന്ന സമയത്ത് കറിവേപ്പില ചേർത്താലാണ് അതിൻ്റെ ഒരു മണം കറിയിൽ മൊത്തമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വീണ്ടും അടച്ച് വെച്ചൊന്ന് ബോയിൽ ചെയ്യുക. അടച്ച് വെച്ച് ബോയിൽ ചെയ്യുന്നത് അത്രയും നല്ല പെട്ടെന്നാവും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറി റെഡി തന്നെയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ്. ഇപ്പോഴും നമുക്ക് ചപ്പാത്തിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും മസാല എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ പകരം ഒരു ചട്നി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും വളരെ നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ്. ഇതൊന്ന് നമ്മൾ ട്രൈ ചെയ്താൽ അടിപൊളിയായിട്ടുണ്ടാവും. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ മാത്രമല്ല, അത് പൊറോട്ടൻ്റെ കൂടെയോ ഇഡ്ഡലിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ, ഇപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയുടെ കൂടെ തന്നെയാണ്. ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.